ഈ പെട്ടെന്നുള്ള അപ്ഡേറ്റ്സ് എന്തിനാണെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോ. അതിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഇന്ന് CNN ചാനലിൽ ഈ ജൊലാനി എന്ന് പറഞ്ഞ ഈ റിബൽ ഗ്രൂപ്പിന്റെ ലീഡറായിട്ടുള്ള ഇപ്പോഴത്തെ സിറിയയിലെ റിബൽ ഗ്രൂപ്പ് നയിക്കുന്ന ആ ലീഡറാണ് ഇതിനെക്കുറിച്ചുള്ളൊരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. ആ ഇന്റർവ്യൂ ഫുൾ ത്രൂ ഔട്ട് ഞാൻ കാണുകയുണ്ടായി. അപ്പൊ അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ആസാദ് റെജീമിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ലക്ഷ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമാണ് കാര്യം ഇപ്പം എങ്ങും ഈ സിറിയ വാർ ഇപ്പൊ അവസാനിക്കത്തില്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അഥവാ അസാദ് റെജീം അത്ര വീക്ക് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. പക്ഷേ ആ അസാദ് റെജീം അവിടെ നിന്ന്, അതായത് ഇപ്പം ഡമസ്കസ് ആണ് അസാദ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇരിക്കുന്ന ഒരു സിറ്റി. അപ്പൊ അവിടെ തന്നെയാണ് ഇതിനു മുമ്പും അസാദ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള അവരുടെ ശക്തി പ്രകടനം തെളിയിച്ച ഒരു സിറ്റിയാണ് ഈ ഡമസ്കസ് എന്ന് പറയുന്നത്. അപ്പൊ അതിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ റിബൽ ഗ്രൂപ്പ് ഇപ്പം ഇസ്രയേലിന്റെ അടുത്തുള്ള ഒരു സിറ്റിയാണ്. അതായത് ഇസ്രയേലിന്റെ ഗോലാൻ ഹൈറ്റ്സിന്റെ ഭാഗത്താണ് സിറിയ ബോർഡർ ഇസ്രയേൽ ഷെയർ ചെയ്യുന്നത്. അതിന്റെ തൊട്ടടുത്തുള്ള സിറ്റിയാണ് ഇപ്പൊ ഏകദേശം ഈ റിബൽസ് ഗ്രൂപ്പ് ഇപ്പൊ കൈയടക്കിയിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സൈഡിലുള്ള കോർണറിലുള്ള എല്ലാ സിറ്റികളും തന്നെ അവർ കീഴടക്കിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് അവസാന ഘട്ട ലാപ്പിലാണ് അവരുടെ യുദ്ധം എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. എന്തിനെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ, അതായത് ഡമസ്കസിനെ ചുറ്റി വളയ്ക്കാനുള്ള തീരുമാനത്തിലാണ്. ഇന്ന് ഡമസ്കസിലോട്ടാണ് ഇപ്പം ഈ മൊമെന്റിൽ, ഈ വാർത്ത ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഡമസ്കസിലോട്ടാണ് അവരുടെ അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. പല മാധ്യമങ്ങളും ശരിക്കും പറഞ്ഞാൽ അവരെ കുറിച്ച് തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ന്യൂസുകൾ കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അവർ ബോധഡ് അല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് 10 കിലോമീറ്ററിന് അടുത്ത് വെച്ചിട്ട് ഈ റിബൽ ഗ്രൂപ്പ് പിന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ അവരവരുടെ പോരാട്ടം അവസാനിപ്പിച്ചു എന്നുള്ള നിലയിലൊക്കെ വാർത്തകൾ കൊടുക്കുന്നതായിട്ട് പല മാധ്യമങ്ങളും കാണപ്പെടുന്നുണ്ട്. അതൊന്നും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളല്ല. ഞങ്ങളുടെ എയിമിൽ വളരെ ഉറച്ചു നിൽക്കുകയാണ്. സിറിയൻ പ്രസിഡന്റ് അസാദിനെ താഴെ ഇറക്കിയിട്ടേ ഞങ്ങളുടെ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് വളരെ ശക്തമായി പറഞ്ഞിരിക്കുകയാണ് ഈ റിബൽ ഗ്രൂപ്പ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ലെബനാനിൽ നിന്ന് 2000 സോൾജേഴ്സിനെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് ഹെസ്ബുള്ള. അപ്പൊ ഇതിൽ ഒരു ആശങ്കയുണ്ട് അവർക്ക്. കാരണം ഈ ഹെസ്ബുള്ള അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേൽ ഒരുപക്ഷെ ഇറങ്ങി അടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ സ്റ്റേറ്റ്മെന്റിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ അസാദ് റെജീമിന്റെ മാത്രം ഒരു പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ പോകുന്നത്, അല്ല ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വാറിൽ ഇറങ്ങത്തില്ല എന്നുള്ള ഒരു ഇൻഡയറക്ട് സ്റ്റേറ്റ്മെന്റും കൂടെ അതിനകത്ത് പറഞ്ഞ് ടെക്നിക്കലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യുദ്ധമുഖത്ത് പോകുന്നത് പിന്നെ അവിടെ ഇരുന്ന് ചിരിച്ച് വേറെ ചായ കുടിക്കാനൊന്നല്ലോ. ഇവരുടെ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ അറിയാലോ, റോക്കറ്റ് വിടുക. പിന്നെ ഇവർ മൊത്തം പുറകിൽ നിന്നുള്ള കളി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ ഇവർ നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല ഈ ഹെസ്ബുള്ള എന്ന് പറയുന്നത്. ഇവർ ചെയ്ത ഫൈറ്റ് എന്ന് പറഞ്ഞാൽ സിറിയയിൽ നടത്തിയതാണ്. അതും റഷ്യയുടെ ഒരു സപ്പോർട്ടർ കൂടിയാണ് അവർ നടത്തിയത്. പിന്നെ ഇസ്രയേലിന് നല്ല ബുദ്ധിയുണ്ട്. ഇസ്രയേൽ എന്തായാലും സിറിയക്കുള്ളിൽ പോയിട്ട് വേറെ ഒന്നും ഇടപെടത്തില്ല. അതായത് പ്രിസൈസ് ആയിട്ടുള്ള സ്ട്രൈക്ക് മാത്രമേ ഇസ്രയേൽ ചെയ്യത്തുള്ളൂ. അത് കൃത്യമായിട്ട് ഹിസ്ബുള്ളയുടെ ഏതെങ്കിലും ആയുധക്കടത്ത് നടക്കുന്നു എന്നുള്ളത് മാത്രം കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേൽ പോയി അറ്റാക്ക് ചെയ്യും. അത് ശരിക്കും ഈ റിബൽസിന് നല്ലൊരു ഹെൽപ്പാണ് ഈ ഇസ്രയേൽ ചെയ്യുന്നത്. ആ രീതിയിലേ അതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം ഇസ്രയേലിന്റെ ഈ ഒരു ടൈം, അതുകൊണ്ടാണ് ആ റിബൽസ് ഈ ഒരു ടൈം ചൂസ് ചെയ്തത്. ഈ ഒരു സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു സിറിയ പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസം വന്നത് ഈ ഇസ്രയേൽ ഹിസ്ബുള്ളയ്ക്ക് കൊടുത്ത ഒരു അടി, അത് കണ്ടിട്ടാണ് ഈ ഒരു തീരുമാനത്തിൽ അവർ എത്തിയത്. എന്തായാലും അവർ ഈ സമയത്ത് തീരുമാനം എടുത്തു. അതോടുകൂടി ഈ അസദിന്റെ ഭരണത്തിന് ഒരു അവസാനം വരുന്നു എന്നാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. ഇത് വരെ തന്നെ ചെയ്യും, ഉറപ്പാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ മറ്റുള്ള അലപ്പോ അതേപോലുള്ള മറ്റുള്ള സിറ്റികൾ പിടിച്ചെടുത്തതുപോലെ ഹോംസ് ഇതൊക്കെ പിടിച്ചെടുത്തതുപോലെ അത്ര എളുപ്പമായിരിക്കില്ല ഡമസ്കസ്. പക്ഷേ കാരണം ഈ ഡമസ്കസിലായിരിക്കും ഏറ്റവും കൂടുതൽ യുദ്ധം നടക്കാനുള്ള സാധ്യത. ഇനി ഡമസ്കസ് എന്ന് പറഞ്ഞൊരു നഗരം പൊട്ടി പാളിസായി തരിപ്പണമാകാൻ പോകുന്ന നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പൊ റിബൽസ് ഉള്ളത് ഈ ഡമസ്കസിന്റെ തൊട്ടടുത്ത് ഇസ്രയേലിന്റെ ബോർഡറിലുള്ള ഗോലാൻ ഹൈറ്റ്സിന്റെ ഭാഗത്തുള്ള ക്വനീറ്റ എന്ന് പറഞ്ഞ ആ സിറ്റിയിലാണ് ഇപ്പൊ അവരുള്ളത്. അവിടെ നിന്ന് തുടങ്ങുകയാണ്. അവർ റെഡി ആയിട്ടിരിക്കുകയാണ്, റെഡി ടു ബാറ്റിൽ ഫോർ ഡമസ്കസ്. ഇന്ന് ഡമസ്കസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന്റെ ഒരു സൂചനയായിട്ട് അവർ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ബഷർ അൽ അസദിന്റെ അച്ഛന്റെ, അതായത് ഫാദറിന്റെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ആ സ്റ്റാച്ചു തകർത്ത് എറിഞ്ഞിരിക്കുകയാണ്. ആ ഒരു സ്റ്റാച്ചു, അതായത് അവിടുത്തെ ഭരണാധികാരിയുടെ, അതായത് ഡമസ്കസിൽ സിറിയയുടെ ഭരണാധികാരിയായിട്ടുള്ള അസദിന്റെ ഫാദറിന്റെ സ്റ്റാച്ചു തച്ചുടച്ച് കളഞ്ഞിരിക്കുകയാണ് ഈ റിബൽസ്. അത് തന്നെ ഒരു സൂചനയാണ്. പിന്നെ ഐഡിഎഫിന്റെ അടുത്ത് ലെബനാൻ എപ്പോഴും ഒരു കൺസേൺ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ വിഡ്രോവലിനെ കുറിച്ച് ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള രീതിയിലുള്ള കൺസേൺ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഐഡിഎഫ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ വിഡ്രോവൽ ഹിസ്ബുള്ളയുടെ കയ്യിലാണുള്ളത്. ഹിസ്ബുള്ള കണ്ടിന്യൂസ് ആയിട്ട് സീസ് ഫയർ വയലേഷൻ നടത്തിക്കൊണ്ട് ആ ഭാഗത്ത് തന്നെ തുടരുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് പുറകോട്ട് പോകാൻ പറ്റാത്തത്. അപ്പൊ അതിലേക്ക് ഒരു തീരുമാനം ആദ്യമായിട്ട് ഉണ്ടാക്കൂ, എന്നിട്ട് നമ്മൾ പുറകോട്ട് പോകുന്നതിനെ കുറിച്ച് സംസാരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ള ആൻസർ ആണ്. റഷ്യ, തുർക്കി, ഇറാൻ ചേർന്നിട്ട് ഖത്താറിൽ മീറ്റിംഗ് നടത്തുന്നുണ്ട്. എങ്ങനെയും ഈ സിറിയയുടെ ഒരു
അട്രോസിറ്റി നിർത്തണം, റിബൽസിനെ പറഞ്ഞ് കൺട്രോൾ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ആ രീതിയിൽ ഖത്തറിന് എല്ലാ ഭാഗത്തും കണക്ഷൻസ് ഉണ്ട്. ഖത്തറിന് ആ റിബൽസിനടുത്തും കണക്ഷൻ ഉണ്ട്, ഖത്തറിന് ഹമാസിനടുത്ത് കണക്ഷൻ ഉണ്ട്, ഖത്തറിന് എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ടും കണക്ഷൻ ഉണ്ടെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഖത്തർ സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ റിബൽസ് അതിൽ നിൽക്കത്തില്ല. റിബൽസ് വളരെ കൃത്യമായിട്ടുള്ള മൂവ്മെന്റിലാണ് പോകുന്നത്. അവർ ഡമസ്കസിൽ അസാദിനെ പിടിച്ച് താഴെ ഇറക്കിയിട്ട് അവർ നിർത്തുള്ളൂ, വളരെ ഉറച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇത് അവരുടെ ഉറപ്പിച്ച തീരുമാനമാണ്. ഇത് അതിന്റെ ആ ലീഡർ തന്നെയാണ് ഇരുന്ന് പിന്നെ CNN വളരെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇറാൻ അവരുടെ എല്ലാ ഹയർ ഒഫീഷ്യൽസിനെയും സിറിയയിൽ നിന്ന് പിൻവലിച്ചിരിക്കുകയാണ്. അതായത് ഡമസ്കസിലും സിറിയയിൽ ഒട്ടാകെയുള്ള ഇറാന്റെ എല്ലാ ഗവൺമെന്റ് എംപ്ലോയീസ്, അവരുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിന് വേണ്ടി സഹായിക്കാൻ പോയ എല്ലാവരെയും പിൻവലിച്ചിരിക്കുകയാണെന്നുള്ളതാണ്. കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് അസാദിന്റെ ടീം തോൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നെ വളരെ വ്യക്തമാണ്, നാളെ നേരം വെളുക്കുമ്പോൾ ഡമസ്കസിൽ ഒരു മെജോറിറ്റി ആയിട്ടുള്ള ഒരു ഏരിയാസ് ഈ റിബൽസ് കൈയടക്കി വെച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവസാനമായിട്ട് സൗത്ത് കൊറിയയെ കുറിച്ചുള്ള ഒരു ചെറിയ അപ്ഡേറ്റ് തരാം. ഇന്ന് അവിടെ വോട്ടിംഗ് നടന്നില്ല, അതായത് ഇംപീച്ച്മെന്റ്. ഈ യോൻ എന്ന് പറഞ്ഞ അവിടുത്തെ പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള വോട്ടിംഗ് ഇന്ന് നടന്നില്ല. കാരണം ഈ MLA എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇതിനെ ബോയ്ക്കോട്ട്, ഈ വോട്ടിങ്ങിനെ ബോയ്ക്കോട്ട് ചെയ്യാണ് ചെയ്തത്. എല്ലാ സ്ഥലത്തും ഇതേപോലെ പൊളിറ്റിക്കൽ തരികടകൾ നടക്കും. അപ്പൊ അതുകൊണ്ട് ഇംപീച്ച്മെന്റ് നടന്നില്ല. ഇപ്പൊ തൽക്കാലം ആ പ്രസിഡന്റ് രക്ഷപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അതിന്റെ അടുത്ത സൈഡിൽ പ്രൊട്ടസ്റ്റ് വീണ്ടും ആളിക്കത്തി തുടങ്ങിയിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. ഈ പ്രൊട്ടസ്റ്റ് ഒരു വയലൻസിലോട്ട് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പൊ ഇതൊരു ചെറിയൊരു ക്വിക്ക് അപ്ഡേറ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ സിറിയയിൽ നടക്കുന്ന ആ ഒരു ഡമസ്കസിനെ ക്യാച്ച് ചെയ്യാൻ പോകുന്ന ആ ഒരു ഇമ്പോർട്ടന്റ് മൊമെന്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്തത്. തീർച്ചയായിട്ടും സിറിയയിൽ ഉണ്ടാകുന്ന ഫർദർ ഡെവലപ്മെന്റ്സ് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.